ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേഗം വരുന്നവനാകുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. പ്രത്യേകിച്ച് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത് എബ്രായലേഖനം 11-ാം അധ്യായം, ഹീബ്രൂസ് ചാപ്റ്റർ 11. എബ്രായലേഖനം 11-ാം അധ്യായം 24 മുതലുള്ള വാക്യങ്ങൾ, 24 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് വായിക്കാം. ഹീബ്രൂസ് ചാപ്റ്റർ 11 വേഴ്സ് 24 to 28. ശബ്ദമുയർത്തി ആരെങ്കിലും ഒരാൾ വായിച്ചാൽ. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കാണുവാനിടയായിരുന്നു വേഴ്സ് 23. അവിടെ നമ്മൾ വായിച്ചത് മോശയുടെ മാതാപിതാക്കന്മാരുടെ വിശ്വാസം, ദ ഫെയ്ത്ത് ഓഫ് മോസസ് പേരൻസ്. എന്തായിരുന്നു ആ വിശ്വാസം എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു. ഇന്ന് മുതൽ ചില ക്ലാസ്സുകളിലേക്ക് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് ദ ഫെയ്ത്ത് ഓഫ് മോസസ്. നോട്ട് ചെയ്താട്ട്, ദ ഫെയ്ത്ത് ഓഫ് മോസസ്, മോശയുടെ വിശ്വാസം. പ്രധാനമായിട്ട് ഇംഗ്ലീഷ് ബൈബിളിൽ നിങ്ങൾ പഠിക്കുന്നതായ സമയത്ത് മലയാളം ബൈബിളുമായിട്ട് ഒരു വ്യത്യാസമുണ്ട്. നമ്മൾ ഇംഗ്ലീഷ് ബൈബിളിൽ തന്നെ നമ്മൾ അതിൻ്റെ അത് പ്രൊസീഡിയേഴ്സ് നമ്മൾ അതിനനുസരിച്ച് പോകുവാനായിട്ട് ആഗ്രഹിക്കാൻ പറ്റും. ഒന്ന് പ്രൊജക്റ്റ് ചെയ്താട്ട് വേഴ്സ് 24 and 25. നിങ്ങൾ ഇംഗ്ലീഷ് മലയാളം ബൈബിളിൽ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ആദ്യം കാണുന്ന ഭാഗം ഇതാണ്: വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിൻ്റെ താൽക്കാലിക ഭോഗത്തേക്കാൾ ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. അതല്ല ഇംഗ്ലീഷിൽ ആദ്യത്തെ വാക്യം എന്ന് പറയുന്നത്, ബൈ ഫെയ്ത്ത് മോസസ് വെൻ ഹി വാസ് ഗ്രോൺ അപ്പ് refused to be called the son of Pharaoh's daughter. ഫറവോൻ്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ തക്കവണ്ണം ആഗ്രഹിച്ചില്ല. അതാണ് ദ ഫസ്റ്റ് പോയിന്റ്. പ്രത്യേകിച്ച് നമ്മൾ ഇന്ന് ചിന്തിക്കുവാൻ പോകുന്നത് ഈ ഫെയ്ത്ത് ഓഫ് മോസസ് തന്നെ നിന്നുകൊണ്ട് ഒരു വാക്യം കൂടെ ഒന്ന് വായിച്ചിട്ട് വേഴ്സ് 26, 26-ാമത്തെ വാക്യം. ഇംഗ്ലീഷിൽ വേഴ്സ് 26 ആൻഡ് മലയാളത്തിൽ വേഴ്സ് 25. ആക്ച്വലി ഞാൻ അതിൽ കൂടെ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിച്ച ഒരു കാര്യമുണ്ട്. അതിൻ്റെ ഫസ്റ്റ് പോർഷൻ 25 മലയാളം ബൈബിളിൽ നിങ്ങൾ നോക്കുമ്പോൾ കാണുന്ന വേർഡ് പ്രതിഫലം നോക്കിയതുകൊണ്ട്. ഇംഗ്ലീഷ് ബൈബിളിൽ നമ്മൾ വായിക്കുന്ന ആ സമയത്ത് 26ൻ്റെ ലാസ്റ്റ് പോർഷനിലാണ് നമ്മൾ കാണുന്നത്, ഫോർ ഹി ലുക്ഡ് അൺടു ദി റികംപൻസ് ഓഫ് റിവാർഡ്. അപ്പോൾ ആക്ച്വലി മോശയുടെ ജീവിതത്തിൻ്റെ വിശ്വാസത്തിൻ്റെ സ്റ്റെപ്പുകളെ നമ്മൾ പഠിക്കുമ്പോൾ അതിൽ ആദ്യത്തെ 3 കാര്യങ്ങൾ ചിലത് മോസസ് റിനൗൺസ് ചെയ്യുവാനിടയായിത്തീർന്നു. റിനൗൺസ് ചെയ്തിട്ട് ചിലത് മോസസ് ഏറ്റെടുത്തു. അതിനടുത്ത 2 വാക്യങ്ങൾ ചിന്തിക്കുമ്പോൾ തുടർന്നുള്ള മോശയുടെ വിശ്വാസത്തിൻ്റെ പ്രവർത്തനങ്ങളെയാണോ നമ്മൾ കാണുവാനിടയായി. എന്തുകൊണ്ട് മോശ റിനൗൺസ് ചെയ്തു, ചിലത് മോശ എടുക്കുവാനിടയായിത്തീർന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് പ്രതിഫലം നോക്കിയതുകൊണ്ട്. അങ്ങനെയെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, ആ 24-ാമത്തെ വാക്യത്തിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ പോകേണ്ടതാണ് പ്രതിഫലം നോക്കിയതുകൊണ്ട്. മോശ ഒരു പ്രതിഫലം നോക്കുവാനിടയായി. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് ഹല്ലേലൂയ പറഞ്ഞാട്ടോ ശക്തിയോടെ ഒരിക്കൽ കൂടെ. മോശ പ്രതിഫലം നോക്കുവാൻ ഇടയായിത്തീർന്നത് കൊണ്ട് മോശ 3 കാര്യങ്ങൾ തിരഞ്ഞെടുക്കുവാൻ ഇടയായിത്തീർന്നു, 3 കാര്യങ്ങൾ വിട്ടുകളയുവാൻ ഇടയായിത്തീർന്നു. 3 things Moses renounced. 3 കാര്യങ്ങൾ മോശ വിട്ടുകളഞ്ഞു, 3 കാര്യങ്ങൾ മോശ ഏറ്റെടുക്കുവാനിട. എന്തൊക്കെയാണ് മോശ റിനൗൺസ്ഡ്? അതിൽ ദ ഫസ്റ്റ് പോർഷൻ, ദ റിനൗൺസ് ദ പൊസിഷൻ ഓഫ് ഫെയിം. മോശയുടേതായിരിക്കുന്ന സ്ഥാനം, പദവി മോശ റിനൗൺസ് ചെയ്തു. എന്തായിരുന്നു മോശയുടെ സ്ഥാനം? മോശയുടെ സ്ഥാനം എന്ന് പറയുന്നത് ടു ബി കോൾഡ് ദ സൺ ഓഫ് ഫറവോസ് ഡോട്ടർ. ഫറവോൻ്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിച്ചു. ഫറവോൻ്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിച്ചു. അപ്പോൾ ഒന്നാമത് മോസസ് നിരസിച്ചത് അതാണ്, റിനൗൺസ് ചെയ്തതാണ്. രണ്ടാമത് മോശ നിരസിച്ചത് renounce the pleasures of the sins of the world. Renounce the pleasures of sin. ഇംഗ്ലീഷ് ബൈബിളിൽ തന്നെ നമ്മൾ പഠിക്കുന്നുവെങ്കിലും മലയാളം പഠിക്കുന്നുവെങ്കിൽ ദാറ്റ്സ് ദ വേർഡ് പ്രോപ്പർ ആക്യുറേറ്റ് ആയിട്ടുള്ളത്. renounce the pleasures of sin, that is of a season. ഒരല്പകാലത്തേക്ക് മാത്രമുള്ള പാപത്തിൻ്റെ ഭോഗത്തെ താൻ നിരസിച്ചു. പാപത്തിൻ്റെ ഭോഗത്തെ താൻ നിരസിച്ചു. റിനൗൺസ് ദ പ്ലഷേഴ്സ് ഓഫ് സിൻ, ദാറ്റ് ഈസ് ഓഫ് എ സീസൺ. മൂന്നാമത് നിരസിച്ചത് റിനൗൺസ് ദ ട്രഷേഴ്സ് ഓഫ് ഈജിപ്റ്റ്. മിസ്രൈമിലെ നിക്ഷേപങ്ങൾ നിരസിച്ചു. മിസ്രൈമിലെ നിക്ഷേപങ്ങൾ മോശ നിരസിച്ചു. റിനൗൺസ് ദ ട്രഷേഴ്സ് ഓഫ് ഈജിപ്റ്റ്.
ഏറ്റെടുത്ത 3 കാര്യങ്ങളുണ്ട്. മോസസ് സെലക്ഷൻ. ഒന്ന്, he selected not to be called. നമ്മൾ ആ വിഷയം എന്ത് ചിന്തിക്കും? not to be called the son of Pharaoh's daughter. ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ ആഗ്രഹിച്ചില്ല. മറ്റൊന്നാണ് താൻ ആഗ്രഹിച്ചത്. എന്താണ് നമ്മൾ ചിന്തിക്കുന്നത്? 2, to suffer affliction with the God's people. ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. to suffer the affliction with God's people. 3, count the reproaches of Christ is greater than the riches of Egypt. ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനമെന്ന് എണ്ണി. count the reproaches of Christ is greater than the riches of Egypt. മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനമെന്ന് എണ്ണി. നെക്സ്റ്റ് 2 വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ വിശ്വാസത്താലുള്ള മോശയുടെ 2 പ്രവർത്തനങ്ങളുടെ നോട്ട് ചെയ്താട്ട്. The first one, verse 27 says, not feared the wrath of the king. രാജാവിൻ്റെ കോപം ഭയപ്പെട്ടില്ല. രാജാവിൻ്റെ കോപം ഭയപ്പെട്ടില്ല. not feared the wrath of king. 2, verse 28, he celebrated the Passover and the sprinkling of blood. പെസഹായും ചോരത്തളിയും ആചരിച്ചു. he celebrated the Passover and the sprinkling of the blood. അതിൽ നമ്മൾ ഇന്ന് രാത്രി ദ ഫസ്റ്റ് പോർഷനിലേക്ക് നമ്മൾ കടന്നു വരുവാൻ പോകുകയാണ്. എന്താ അത് നമ്മൾ നോട്ട് ചെയ്താട്ട്? റിനൗൺസ് ടു ബി കോൾഡ് ദ സൺ ഓഫ് ഫറവോസ് ഡോട്ടർ. ഫറവോൻ്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടുന്നത് ലജ്ജിക്കുന്നു. അത് വിളിക്കപ്പെടുവാൻ താൻ ആഗ്രഹിച്ചില്ല. നിങ്ങൾ വേഴ്സ് 26 മലയാളം ബൈബിളിൽ 26-ാമത്തെ വാക്യത്തിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടെ കടന്നു വന്നതാണ്. വേഴ്സ് 26 ആദ്യം പ്രതിഫലം നോക്കി. ഈ ഭാഗം ഒന്ന് സ്ട്രെസ് ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മോശ ഈ 3 തിരഞ്ഞെടുക്കുവാനുള്ള കാരണം, ചിലത് തള്ളിക്കളയുവാനുള്ള കാരണം, മോശയുടെ മുൻപിൽ ഒരു ചോയ്സ് ഓഫ് സെലക്ഷൻ ഉണ്ടായിരുന്നു. മോശയ്ക്ക് ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാമായിരുന്നു. എന്ത് തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം മോശയ്ക്കുണ്ടായിരുന്നു. എന്നാൽ മോശ ചിലത് തള്ളിക്കളയുവാനുള്ള കാരണമെന്ന് പറയുന്നത്, മോശ പ്രതിഫലം നോക്കുവാനായിട്ടിടയായിത്തീർന്നു. അപ്പോൾ എന്താണ് രണ്ടും കൂടെ ഒന്ന് താരതമ്യം ചെയ്തിട്ട് വിച്ച് വൺ ഈസ് ദ ബെസ്റ്റ് എന്നുള്ളത് മോശ ഒന്ന് തുലനം ചെയ്ത്, അതാണ് മോശയുടെ ജീവിതത്തിൽ ചിലത് നിരസിക്കുവാൻ, ചിലതിനെ ഏറ്റെടുക്കുവാൻ കാരണമായി തീർന്നു. ശ്രദ്ധിക്കണം ഞാൻ പറയുമ്പോൾ, പ്രതിഫലം മോശ നോക്കി. ഏത് പ്രതിഫലമാണ് നോക്കിയത്? ഇതിൻ്റെ ഔട്ട്കം എന്താണ്, എന്തായിരിക്കും ഇതിൻ്റെതായിരിക്കുന്ന ഭവിഷ്യത്തുകൾ, എന്തായിരിക്കും ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ, ഇത് വ്യക്തമായിട്ട് താൻ ഒന്ന് അനലൈസ് ചെയ്യുവാൻ ഇടയായിത്തീർന്നതാണ്. ചിലത് താൻ ഏറ്റെടുത്ത് ചിലത് വിട്ടുകളയുവാൻ കാരണമായി തീർന്നത്. മോശയുടെ ലൈഫിലേക്ക് നിങ്ങളെ ഒന്ന് കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കറിയാം മോശയുടെ യൗവനം എന്ന് പറയുന്നത്, വായിച്ചോട്ടെ, എക്സോഡസ് ചാപ്റ്റർ 2 വേഴ്സ് 10, പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 10-ാമത്തെ വാക്യം. ശ്രദ്ധിക്കണം, അവൻ അവൾക്ക് മകനായി. അപ്പോൾ ഇവിടെ ഫറവോൻ്റെ പുത്രിയുടെ അടുക്കിലേക്ക് മോശയെ കൊണ്ടുപോയി. പൈതൽ മുലകുടി മാറി. പൈതലിനെ കൊണ്ടുപോയി മോശയുടെ അമ്മ കൊണ്ടുപോയിട്ട് ഈ ഫറവോൻ്റെ പുത്രിയുടെ കയ്യിൽ കൊടുക്കുമ്പോൾ, ആ സമയത്ത് ഫറവോൻ്റെ പുത്രി മോശയെ തൻ്റെ സ്വന്തം മകനായിട്ട് അഡോപ്റ്റ് ചെയ്യുക. ആ പർട്ടിക്കുലർ സമയം മുതൽ മോശയുടെ പൊസിഷൻ എന്ന് പറയുന്നത് ഫറവോൻ്റെ പുത്രിയുടെ മകനാണ്. ഫറവോൻ്റെ പുത്രിയുടെ മകനായിട്ട് താൻ കൊട്ടാരത്തിൽ ജീവിക്കുക. അത് മാത്രമല്ല, നിങ്ങൾ മനസ്സിലാക്കണം, അതുകൊണ്ട് ആ കൊട്ടാരത്തിലെ സകലവിധമായ സുഖ സൗകര്യങ്ങളോടുകൂടിയാണ് ഈ മോശ ആ കൊട്ടാരത്തിൽ ജീവിച്ചത്.
സുഖസൗകര്യങ്ങളുടെ മാത്രമല്ല, നമുക്കറിയാം അതിൻ്റെ സകലവിധമായിരിക്കുന്ന അനുഗ്രഹങ്ങൾ, എല്ലാവിധമായിരിക്കുന്ന ഗുണങ്ങൾ മോശയെ അനുഭവിക്കുവാനായിട്ടിടയായിത്തീർന്നു. മോശയുടെ യൗവനകാലത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ എന്തായിരുന്നു മോശയുടെ പ്രത്യേകത? അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായം, ആക്ട്സ് ചാപ്റ്റർ 77 വേഴ്സ് നമ്പർ 22. അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം ശ്രദ്ധിക്കുക. മോശ എന്ന് പറയുന്നത് ഒരു സാധാരണപ്പെട്ട ബാലനായിരുന്നില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു, മോശയുടെ ജനനത്തിങ്കിൽ തന്നെ അമ്മയപ്പന്മാരൊന്ന് കണ്ടു മോശ ആരെന്നോ, ദിവ്യസുന്ദരൻ എന്ന് പറഞ്ഞ് നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചു. മോശയെക്കുറിച്ച് അവൻ്റെ മാതാപിതാക്കന്മാർ മനസ്സിലാക്കി. ഈ മോശ എന്ന് പറയുന്നത് ഒരു പേർപ്പസ്ഫുൾ ചൈൽഡാണ്, ഒരു പ്രത്യേകമായിരിക്കുന്ന ഉദ്ദേശത്തിന് വേണ്ടിയുള്ള പൈതലാണ്. ആ ഉദ്ദേശം നിവർത്തിക്കപ്പെടുന്നത് ഈ പൈതൽ കൂടെ. എന്താണ് ഉദ്ദേശമെന്നുള്ളത് ഞാൻ കഴിഞ്ഞ ആഴ്ച പറയുകയുണ്ടായി. ഉദ്ദേശമെന്ന് പറയുന്നത് ഇസ്രായേൽ മക്കൾ അടിമത്വത്തിന് കീഴിൽ കിടക്കുന്നതായ സ്ഥാനത്ത് അവർക്ക് വിടുതൽ നടക്കാതിരിക്കുമ്പോൾ ദൈവം അബ്രഹാമിനോട് പറയുണ്ടായി, നിന്റെ സന്തതി നിൻ്റേതല്ലാത്ത ദേശത്ത് 400 സംവത്സരം അവരെ സേവിക്കും, അതിനുശേഷം ഞാൻ അവരെ വിട്ടയക്കും. അപ്പോൾ ഇവർക്ക് നന്നായിട്ടറിയാം ഈ മിസ്രൈമിൽ അവർ ജീവിക്കേണ്ട കാലമെന്ന് പറയുന്നത് 400 years ആണെന്നും ഈ 400-ാമത്തെ വർഷത്തിലേക്ക് തുടങ്ങുന്ന സമയത്ത് ഇവർക്ക് ഇവിടുന്ന് ഒരു ഉദ്ധാരണം ഉണ്ട് എന്നുള്ളത് ഇസ്രായേൽ മക്കൾക്ക് വ്യക്തമായി അറിയുമെന്ന കാര്യം ശ്രദ്ധിക്കണേ. ഞാൻ പറഞ്ഞ വേർഡ് ഞാൻ പറഞ്ഞു വന്നത്, ദൈവം ഓൾറെഡി മോശയോട് പറഞ്ഞൊരു വേർഡാണ്, നിന്റെ സന്തതി നിൻ്റേതല്ലാത്ത ദേശം 400 സംവത്സരം അന്യജാതിക്കാരെ സേവിക്കും, അതിനുശേഷം ഞാൻ അവരെ ശിക്ഷിച്ചിട്ട് അവരെ വിട്ടയക്കും. അപ്പോൾ ഇവരെ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, ഇസ്രായേൽ മക്കൾ ഈജിപ്തിൽ മിസ്രൈമിൽ കിടന്ന് വസിക്കുവാൻ പോകുന്ന കാലം 400 വർഷമാകുന്നുവെന്നും അതിനുശേഷം ഇസ്രായേൽ മക്കൾക്ക് മിസ്രൈമിൻ്റെ അധീനതയിൽ നിന്ന് ഒരു വിടുതലുണ്ട് എന്നും. പക്ഷെങ്കിൽ ഇവർ എക്സ്പെക്ട് ചെയ്തൊരു കാര്യമുണ്ട്, ഇവരെ വിടുവിക്കുന്നതായിരിക്കുന്ന ഒരു ഡെലിവററെ, അവരുടെ ഒരു വിടുതലിൻ്റെ ഒരു വ്യക്തിയെ ഇവർ എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഈവൻ മിസ്രൈമർക്കറിയാം ഇവർക്ക് ഒരു വിടുതൽ കൊടുക്കുന്ന ഒരു വ്യക്തി എഴുന്നേൽക്കും. ആ വ്യക്തി ഫറവോൻ്റെതായിരിക്കുന്ന കിരീടത്തെ തള്ളി മറിച്ചിട്ടിട്ട് ഇസ്രായേൽ മക്കളെ ഇവിടുന്ന് പുറപ്പെടുവിക്കും എന്നുള്ളത് അവർക്കും അറിയാം. ഈ രണ്ട് പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഈ കുഞ്ഞുങ്ങളെ, ആൺകുഞ്ഞുങ്ങളെ വെള്ളത്തിലേക്ക് വലിച്ചെറിയുവാനായിട്ട് ഈ ഫറവോ രാജാവ് കൽപ്പിക്കുവാനുള്ള കാരണം. ഇവരെല്ലാവരും എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു കുഞ്ഞ് അല്ലെങ്കിൽ ഒരു വ്യക്തി എഴുന്നേറ്റ് വന്ന് ഇസ്രായേൽ മക്കളെ വിടുവിക്കും. ഇപ്രകാരം ഈ മോശയെക്കുറിച്ച് നമ്മൾ കാണുന്നു. മോശ മിസ്രൈമ്യരുടെ സകല ജ്ഞാനവും പഠിക്കുവാനിടയായിത്തീർന്നു. അപ്പോൾ എക്സ്ട്രാ ഓർഡിനറി ഒരു ബ്രില്യൻ്റ് ആയിരുന്നു മോശ. താഴത്തെ വാക്യം കൊണ്ട് വായിച്ചോട്ടെ, അതേ വാക്യം താഴോട്ട്. വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായിത്തീർന്നു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, മോശയുടെ വാക്കെന്ന് പറയുന്നത് സാധാരണപ്പെട്ട വാക്കല്ല. മോശയുടെ വാക്കിൽ സാമർഥ്യമുണ്ടായിരുന്നു, മോശയുടെ പ്രവൃത്തിയിൽ സാമർഥ്യമുണ്ടായിരുന്നു. വളരെ എലിജിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ കഴിവുള്ള ഒരു വ്യക്തിയായിരുന്നു മോശ. പെട്ടെന്ന് ഒരു ചിന്തയിലേക്ക് കടന്നു വിടുവാൻ സാധിക്കും. നിങ്ങൾക്കറിയാം, സ്വർഗത്തിലെ ദൈവം മോശയുമായിട്ട് കാണുവാനായിട്ട് ഇടയായിത്തീർന്നപ്പോൾ മോശ ദൈവത്തോട് പറഞ്ഞൊരു എക്സ്ക്യൂസ് ഉണ്ട്. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 10 വാക്യം ഒന്ന് വായിച്ചാട്ടെ. എക്സോഡസ് ചാപ്റ്റർ 4 വേഴ്സ് 10 ഓൺവേർഡ്സ്. വിക്കനും തടിച്ച നാവുള്ളവനുമാകും. നിങ്ങൾ മനസ്സിലാക്കണം, മോശയെക്കുറിച്ച് ദൈവത്തിൻ്റെ തിരുവചനം പഠിപ്പിക്കുന്ന മോശ എന്ന് പറയുന്ന വ്യക്തി വാക്കിലും പ്രവൃത്തിയിലും സാമർഥ്യമുള്ളവനായിരുന്നു. അപ്പോൾ വാക്കിൽ സാമർഥ്യമുണ്ടായിരുന്നു മോശയ്ക്ക്, പ്രവൃത്തിയിൽ മോശ സമർത്ഥനായിരുന്നു. ഇപ്രകാരമുള്ള മോശയെ സ്വർഗത്തിലെ ദൈവം വിളിക്കുന്ന ആ സമയത്ത് മോശ ദൈവത്തോട് പറയുന്നൊരു വേർഡാണ്, മോശേ, ദൈവമേ, നീ എന്നോട് സംസാരിച്ച ശേഷവും എനിക്ക് എന്തില്ല, എനിക്ക് ഇപ്പം സംസാരിപ്പാൻ വലിയ കഴിവില്ല. ഞാൻ ആരാ? ഞാൻ വിക്കുള്ളവനാണ്, തടിച്ച നാവുള്ളവനാ. നിങ്ങൾ മനസ്സിലാക്കണം, സ്വർഗത്തിലെ ദൈവം മോശയോട് പറഞ്ഞില്ല നിന്റെ നാവ് തടിച്ചതല്ലെന്ന്, നീ വിക്കനല്ല എന്ന് ദൈവം മോശയോട് പറഞ്ഞില്ല. എന്ന് പറഞ്ഞാൽ മോശയ്ക്കും ദൈവത്തിനും നന്നായിട്ട് അറിയാം ഈ മോശ എന്ന് പറയുന്ന വ്യക്തി ആര് തന്നെയാണ്, വിക്കനാണ്, പുള്ളിക്ക് തടിച്ച നാവുണ്ട്. ഞാൻ അവരുടെ ജോസിഫസ് എന്ന് പറഞ്ഞ ഒരു എഴുത്തുകാരനാണ്, യഹൂദ എഴുത്തുകാരനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം ഞാൻ വായിച്ചപ്പോൾ ഇപ്രകാരം ഒരു സംഭവത്തെക്കുറിച്ച് പറയുവാനായിട്ട് തീർന്നു. ആ സംഭവം ഇങ്ങനെയാണ്. മോശ ജനിച്ചപ്പോൾ ദിവ്യസുന്ദരനായിരുന്നു. മോശയെ അമ്മ വളർത്തി തൻ്റെ ഫറവോൻ്റെ പുത്രിയുടെ കയ്യിൽ മകനായിട്ട് ഫലമേൽപ്പിക്കുന്ന ആ സമയത്ത്
ആ കുഞ്ഞ് കൊട്ടാരത്തിൽ വളർന്നുകൊണ്ടേയിരുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, ഇതിനു മുമ്പ് ഇവക്കൊരു വലിയ ചിന്തയുണ്ട്. ഒരു യഹൂദ ബാലൻ അല്ലെങ്കിൽ ഒരു എബ്രായ സന്തതി രാജാവിൻ്റെതായിരിക്കുന്ന കിരീടത്തെ തള്ളിമറിച്ചിട്ടേച്ച് ഈ ജനത്തെ വിട്ടയക്കുമെന്നുള്ളൊരു കൺസെപ്റ്റ് ഓൾറെഡി മിസ്രൈമ്യരുടെ ചിന്തയിലുണ്ട്. ഇപ്രകാരം ആ സംഭവം ഇപ്രകാരം പറയുന്നു. ഒരു ദിവസം ഈ ഫറവോൻ്റെ പുത്രിക്ക് ഫറവോന് വേറെ മക്കളില്ല, ഫറവോൻ്റെ പുത്രിക്ക് വേറെ മക്കളില്ല. അപ്പോൾ ഈ കുഞ്ഞിനെ, മോശെ എന്ന് പറഞ്ഞ കുഞ്ഞിനെ എടുത്തു വളർത്തുക, ദത്തെടുക്കുക. അപ്പോൾ തുടർന്ന് ഈ ഫറവോൻ്റെ പുത്രി ഈ മോശയുമായിട്ട് ഫറവോൻ്റെ അടുക്കിലേക്ക് ചെന്നിട്ട് ഫറവോനോട് ഒരു കാര്യം പറയുണ്ടായി, പിതാവേ, എനിക്ക് മകനില്ല, എന്നാൽ ഈ കുഞ്ഞിൽ ഒരു ദിവ്യത്വം നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഒന്ന് മനസ്സിലാക്കുന്നു, ഈ കുഞ്ഞായിരിക്കാം നെക്സ്റ്റ് നിന്റെ കിരീടാവകാശിയാകുവാനുള്ള സകല യോഗ്യതയും. അങ്ങനെ ഈ രാജാവിൻ്റെ മടിയിലേക്ക് ഈ കുഞ്ഞിനെ കൊണ്ട് വെച്ചു. ഫറവോൻ്റെ മടിയിലേക്ക് കുഞ്ഞിനെ കൊണ്ട് വെച്ചു. ഈ കുഞ്ഞിനെ കൊണ്ട് വെച്ചിട്ട് ഫറവോൻ ഈ കുഞ്ഞിനെ കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി, വളരെ പ്രസാദം തോന്നി. അതിനുശേഷം തൻ്റെ കിരീടം എടുത്ത് ഈ കുഞ്ഞിൻ്റെ തലയിൽ വെച്ചു. ഈ മോശ എന്നുള്ള കുഞ്ഞ് ഓൺ ദ സ്പോട്ട് പെട്ടെന്ന് തന്നെ ചെയ്തത്, ഈ കിരീടം തലയിൽ നിന്ന് ഈ കിരീടം തട്ടിക്കളഞ്ഞ് താഴെയിട്ട് അതിനെ ചവിട്ടുവാനായിട്ടിടയായി തീർന്നു. പെട്ടെന്ന് അവിടെ നിന്ന് വിദ്വാൻമാരൊരു കാര്യം പറഞ്ഞു, രാജാവേ സൂക്ഷിക്കണം, ഈ കുഞ്ഞായിരിക്കും നിൻ്റെ രാജ്യത്വം, നിൻ്റെ സ്ഥാനത്തെ പരിപൂർണമായി നശിപ്പിച്ചു കളയുന്നത്. കാരണം ഈ കുഞ്ഞ് ചെയ്ത ഈ ഒരു പ്രവർത്തനം വരും ദിവസങ്ങളിൽ രാജാവിൻ്റെ കിരീടം മാറ്റപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ രാജാവിൻ്റെ സ്ഥാനത്ത് നിന്ന് മാറ്റിക്കൊണ്ട് തുടർന്ന് ഒരു വലിയ ഇസ്രായേൽ മക്കളെ വിടുവിക്കുവാനുള്ളവൻ എന്നുള്ളത് ഈ വിദ്വാൻമാർ മനസ്സിലാക്കി. എന്നാൽ വളരെ പെട്ടെന്ന് ഈ ഫറവോൻ്റെ പുത്രി അതിനകത്ത് ഇടപെട്ട് സംഭവം രക്ഷപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിച്ചു. എന്നാൽ അവസാനമായിട്ട് ഒരു ടെസ്റ്റ് വെച്ചു. ഒരു ടെസ്റ്റ് ഇതായിരുന്നു, 2 ബൗള് എടുത്തിട്ട് ഒരു ബൗളിൽ വിലപ്പെട്ടതായിരിക്കുന്ന ജുവൽസ്, രത്നങ്ങൾ വെക്കുക. വേറെ ബൗളിൽ നല്ല ഈ ലൈവ് കോൾസ്, ഈ കൽക്കരി, അത് വളരെ നന്നായിട്ട് ബേൺ ചെയ്ത് വെക്കുക. ഈ 2 ബൗളും കൊണ്ട് വെച്ചിട്ട് ഈ കുഞ്ഞ് ഏതിൽ തൊടുമെന്ന് അറിയുവാനായിട്ട് ഇവർ ആഗ്രഹിച്ചു. ഇവർക്കറിയാം ഈ കുഞ്ഞ് ബ്രില്യൻ്റ് ആണെങ്കിൽ ആ കുഞ്ഞ് തീർച്ചയായിട്ടും ഈ ജുവൽസ് ഉള്ള ബൗളായിരിക്കും തൊടുന്നത്. അങ്ങനെയെങ്കിൽ ഈ രാജാവിന് നാളെ ഈ കുഞ്ഞ് തൊട്ടായിരിക്കും. എന്നാൽ എന്ത് സംഭവിച്ചു? ഈ 2 ബൗളും കൊണ്ട് വെച്ചിട്ട് ഏത് തിരഞ്ഞെടുക്കുവാനായിട്ട് ആഗ്രഹിച്ച മോശ വളരെ പെട്ടെന്ന് കുഞ്ഞായിരിക്കും വളരെ പെട്ടെന്ന് തൻ്റെ കൈ ജുവൽസിലേക്ക് വെക്കുവാനായിട്ട് തുടങ്ങി. അങ്ങനെ ഇപ്രകാരം ചരിത്രം പറയുന്നു. അവിടെ ആ ജോസഫസ് എന്ന് ചരിത്രകാരൻ ഇപ്രകാരം എഴുതിയിട്ടുണ്ട്, മോസസ് തൻ്റെ കൈ ജുവൽസ് വെക്കാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് ഗബ്രിയേൽ ദൂതൻ വന്ന് ഈ കൈയെടുത്ത് ആ ലൈവ് കോൾസിൽ കൊണ്ടുവെക്കുവാൻ, ആ കരിയിൽ തീ കൊണ്ട് തിളച്ച് നിൽക്കുക അല്ലെങ്കിൽ ചൂട് പിടിച്ചിരിക്കുന്ന ആ കോളിൽ കൊണ്ട് കൈ വെച്ചു. പെട്ടെന്ന് മോശയുടെ കൈ പൊള്ളിയ കൈയെടുത്ത് തൻ്റെ വായിലിട്ടു, വായും പൊള്ളി. അതാണ് മോശ വിക്കനായി എന്ന് പറയപ്പെടുവാൻ ഒരു ചരിത്രം പറയുന്നത്. വാട്ട് എവർ ഇറ്റ് മേ, ഞാൻ പറഞ്ഞു വന്നത് ഇത് എന്തുമായിക്കോട്ടെ, മോശയുടെ ജനനത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ മോശ ദിവ്യ സുന്ദരനായിരുന്നുവെന്നും ഒരു ഊനവുമില്ലാതിരുന്ന ഒരു കുഞ്ഞാണെന്നും, എന്നാൽ പിൽക്കാലങ്ങളിലേക്ക് കടന്നു വന്നപ്പോൾ മോശ ഈജിപ്തിലെ സകലവിധമായ ജ്ഞാനങ്ങൾ പഠിക്കുവാൻ ഇടയായിത്തീർന്നു. ആ ജ്ഞാനത്തോടുകൂടെ നിന്നവൻ സകല വാക്കിലും പ്രവൃത്തിയിലും അവൻ സമർത്ഥനായി. എങ്കിൽ മോശ ദൈവത്തിൻ്റെ വിളി കേട്ടപ്പോൾ ദൈവത്തോട് മോശ പറയുകയാണ്, എൻ്റെ ദൈവമേ, എനിക്കിതിനകത്ത് യാതൊരു കഴിവുമില്ല. നമ്മൾ മോശയുടെ ലൈഫ് തുടർന്ന് കടന്നു വരുമ്പോൾ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. അപ്പോൾ ഈ സമയത്ത് എന്ത് സംഭവിച്ചു? മോശ തൻ്റെ ഏതുമില്ലായ്മയെ മനസ്സിലാക്കുവാനായിട്ടിടയായിത്തീർന്നു. തൻ്റെ വിക്കിൻ്റെ അവസ്ഥകളെ താൻ മനസ്സിലാക്കുവാനായിട്ടിടയായിത്തീർന്നു. തൻ്റെ തടിച്ച നാവ് കൊണ്ടുള്ളതായിരിക്കുന്ന ബുദ്ധിമുട്ട് എന്തെന്നുള്ളത് മോശ ദൈവത്തോട് വെളിപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ദൈവം അതിനനുസരണമായിട്ട് ഒരു പോംവഴി കൊടുത്തതായിരുന്നു. മോശയുടെ സഹോദരനായിരിക്കുന്ന അഹരോനെ മോശയ്ക്ക് വേണ്ടി വക്താവായിട്ട് വെക്കുവാനായിട്ട് കാരണമായി തീർന്നത്. എന്നാൽ നമ്മുടെ ചിന്തയിലേക്ക് ഞാനിവിടെ നിൽക്കട്ടെ. മോശയുടെ വിശ്വാസത്തെക്കുറിച്ച് പറയുകയാണ്. വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പ്രതിഫലം നോക്കിയത് കൊണ്ട് എന്ത് വിളിക്കപ്പെടുവാൻ ആഗ്രഹിച്ചില്ല. ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ മോശ ആഗ്രഹിച്ചില്ല. നിങ്ങൾക്കറിയാം മോശയുടെ വളർച്ച തന്നെ. മോശയുടെ ലൈഫിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ മൂന്നാമത് ഒരു കാര്യം കൂടെ മോശയുടെ ലൈഫിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. വായിച്ചോട്ട് അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായം, ആക്ട്സ് ചാപ്റ്റർ 7.
വേഴ്സ് നമ്പർ 25. അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായം 25. മോശയുടെ ലൈഫിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഈ 3 കാര്യങ്ങൾ നമ്മുടെ ചിന്തയിൽ ഉണ്ടായിരിക്കണം. വായിച്ചോട്ടെ. നിങ്ങൾ മനസ്സിലാക്കണം, മോശയ ഈ ഇസ്രായേൽ മക്കളെ വിടുവിക്കുവാനായിട്ട് ദൈവം വിളിക്കപ്പെടുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ സീനായ് മലയിൽ വെച്ച് ദൈവത്തിൻ്റെതായ ശബ്ദം മോശ കേട്ട് ദൈവത്തിൻ്റെതായ കമ്മീഷൻ മോശ പ്രാപിക്കുന്നതിന് മുമ്പ് ഏതാണ്ട് 40 വർഷം മോശ ഫറവോൻ്റെ കൊട്ടാരത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നതായ സ്ഥാനത്ത് മോശയ്ക്ക് ഒരു കാര്യം അറിയാമായിരുന്നു: എന്നെയാണ് ദൈവം ഇതിനു വേണ്ടി വെച്ചിരിക്കുന്നത്. മോശയ്ക്ക് യാതൊരു ഡൗട്ടുമില്ല. ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, മോശ ഒരു മിസ്രൈമിനും ഇസ്രയേലിനും തമ്മിൽ വഴക്കുണ്ടായി കണ്ടപ്പോൾ മിസ്രൈമിനെ അടിച്ചുകൊല്ലുവാൻ കാരണമായി തീർന്നതിൻ്റെ അതിൻ്റെ പിന്നിൽ മോശയെ പ്രവർത്തിപ്പിച്ച സംഗതി എന്ന് പറയുന്നത് ദൈവം താൻ മുഖാന്തരമായിട്ടാണ് ഇസ്രയേൽ മക്കൾക്ക് രക്ഷ വരുത്തുമെന്നുള്ളത് ഇസ്രയേൽ മക്കൾ അറിയേണ്ടതിന്. എന്ന് പറഞ്ഞാൽ മോശയ്ക്ക് നല്ല ഒരു ഉറപ്പുണ്ടായിരുന്നു, ദൈവം എന്നെ വിളിച്ചിരിക്കുന്നതും ദൈവം എന്നെ ജനിപ്പിച്ചതും അസാധാരണമായിരിക്കുന്ന രീതിയിൽ ഞാൻ ഇന്ന് ജീവിക്കുവാൻ കാരണമായി തീർന്നത് ദൈവത്തിന് എൻ്റെ ജീവിതത്തെക്കുറിച്ച് ഒരു പർപ്പസ് ഉണ്ട്. ആ പർപ്പസ് മോശ മനസ്സിലാക്കിയതാണ് ഈ ഒരു പ്രവൃത്തി ചെയ്യുവാൻ കാരണമായി തീർന്നുവെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, മോശയുടെ വിളിയെക്കുറിച്ചുള്ള വ്യക്തമായിരിക്കുന്ന ഒരു കാഴ്ചപ്പാട് മോശയ്ക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമായ ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞ വേർഡ്, മോശയെ ദൈവം എന്തിനു വേണ്ടി വിളിച്ചു, മോശയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പർപ്പസ് എന്താണ്, ഈവൻ സീനായ് മലയുടെ അടിവാരത്തിൽ കടന്നു ചെന്ന് ദൈവത്തിൻ്റെ അരുളപ്പാട് ലഭിക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ തൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ട് നടക്കുന്നതായ സമയത്ത് മുൾപ്പടപ്പ് കത്തുന്നൊരു കാഴ്ച കണ്ട് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലുന്നതിന് മുമ്പ് തന്നെ മോശ ഒരു കാര്യം മനസ്സിലാക്കി: ദൈവം എന്നെ വിളിച്ചിരിക്കുന്നതും ദൈവം എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നതും ഈ ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് വിടുവിക്കുവാൻ വേണ്ടിയാണ്. അപ്പോൾ തൻ്റെ വിളിയെക്കുറിച്ചുള്ള വ്യക്തമായിരിക്കുന്ന ഒരു കാഴ്ചപ്പാട് മോശയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ 3 വിഷയങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ, ഒന്ന്, ഞാൻ പറഞ്ഞു വന്നത്, മോശ എന്ന് പറയുന്ന വ്യക്തി എന്ത് നമ്മൾ കണ്ടു, ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുവാനായിട്ട് താൻ ആഗ്രഹിച്ചില്ലേ? ഫറവോന്റെ പുത്രി മോശയെ തൻ്റെ മകനാക്കി എടുത്തുവെങ്കിൽ, ഒരു അഡോപ്റ്റഡ് സണ്ണായിട്ട് തീർത്തുവെങ്കിൽ, വർഷങ്ങൾ കഴിയുമ്പോൾ ഒരുപക്ഷെങ്കിൽ ഈ നെക്സ്റ്റ് അനന്തരാവകാശിയായി ഫറവോന്റെ കിരീടത്തിൽ, ഫറവോൻ്റെതായിരിക്കുന്ന സിംഹാസനത്തിൽ ഇരിക്കപ്പെടുവാൻ മോശയാണ് കാരണഭൂതനാകണമെങ്കിൽ അതാണ് മോശ വേണ്ടെന്ന് വെക്കുവാനിടയായി. ശ്രദ്ധിക്കണം, ഒരു കൊച്ചു കാര്യങ്ങളൊന്നും അല്ല മോശ വേണ്ടെന്ന് വെച്ചത്. അടുത്ത രാജാവായി തീരുവാനുള്ള പദവിയാണോ മോശ നെഗ്ലക്റ്റ് ചെയ്യുവാനായിട്ട് കാരണമായി തീർന്നത്. എന്താ മോശയെ നിനക്കിത് സംഭവിച്ചത്? ഫറവോന്റെ പുത്രിയുടെ മകനാണ് ഈ സ്ഥാനത്തിരിക്കുവാൻ യോഗ്യതയെങ്കിൽ നിനക്ക് എന്തുകൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടുവാൻ നീ ആഗ്രഹിച്ചില്ല? എന്താണ് നിന്നെ അതിൽ നിന്ന് റിനൗൺസ് ചെയ്യുവാൻ കാരണമായത്? എന്താണ് നിന്നെ അതിൽ നിന്ന് മാറ്റി നിർത്തിയത്? എന്തിനാണ് നീ വാല്യൂ കൊടുത്തത്? നിങ്ങൾ മനസ്സിലാക്കണം, കൊട്ടാരത്തിൽ താൻ സിംഹാസനത്തിൽ ഇരിക്കേണ്ട സ്ഥാനം മോശ എല്ലാം വളരെ ഭംഗിയായിട്ട് തുലനം ചെയ്ത് നോക്കി, എല്ലാം നന്നായിട്ട് മനസ്സിലാക്കി. ഇന്നത്തെ തൻ്റെതായിരിക്കുന്ന അവസ്ഥ എന്തെന്ന്, നാളെ തനിക്ക് എന്തായിത്തീരുവാൻ സാധിക്കുമെന്ന്, ഫറവോന്റെ പുത്രിയുടെ മകൻ്റെ യോഗ്യത എന്തെന്നുള്ളത്, ഇതെല്ലാം മനസ്സിലാക്കി ഒരു കാര്യം മോശ മനസ്സിൽ കൊണ്ടുവന്നു: ഇതൊന്നുമല്ല എൻ്റെ ജീവിതത്തിൽ വലിയത്. പിന്നീട് എന്താ മോശയെ നിന്റെ ജീവിതത്തിൽ വലിയത്? ഫറവോന്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടുന്നതുകൊണ്ട് നിനക്കുള്ള ദോഷമെന്ന്? ഇതുകൊണ്ട് അനുഗ്രഹം മാത്രമല്ലേ നിനക്കുണ്ടാകൂ? എന്താ നിനക്കുള്ള ദോഷം? മോശയ്ക്ക് ഒരു ആഗ്രഹമുണ്ട്, ഫറവോന്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടുവാൻ അല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രധാനമായിട്ട് 2 കാരണങ്ങളാണ് അതിനടിസ്ഥാനമായിട്ട് നമ്മൾ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈ 2 കാരണങ്ങൾ എന്താണ്? 2 പ്രത്യേകമായിരിക്കുന്ന കാരണങ്ങൾ മോശ ഫറവോന്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടുവാൻ തക്കവണ്ണം ആഗ്രഹിക്കാതെ 2 കാരണങ്ങൾ. അതിൽ ഒന്നാമത്തെ കാരണമെന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ മോശയ്ക്ക് നന്നായിട്ട് തൻ്റെ വിളി അറിയാമെന്നുള്ളത് ഞാൻ പറയുകയുണ്ടായി. തന്നെ വളർത്തിക്കൊണ്ട് വന്നത് തൻ്റെ അമ്മയാണ്. അമ്മ ഒരു യഹൂദ സ്ത്രീ, ഒരു ലേവ്യ സ്ത്രീ. അമ്മ തൻ്റെ കുഞ്ഞിനെ വളർത്തിക്കൊണ്ട് വന്നപ്പോൾ തന്നെ കുഞ്ഞിനെക്കുറിച്ചുള്ള ദൈവികമായിരിക്കുന്ന പർപ്പസ് എന്താണെന്നുള്ളത് 100% ഈ അമ്മ കുഞ്ഞുമേൽ ഇമ്പാർട്ട് ചെയ്തിട്ടുണ്ട്.
ഞാൻ നിങ്ങളോട് പറയുണ്ടായി, ജനിക്കുന്നതിന് മുമ്പ് അമ്മയ്ക്കും അപ്പനും അറിയാം ഈ മോശ എന്ന് പറയുന്നത് സാധാരണപ്പെട്ട കുഞ്ഞല്ല. ഇസ്രായേൽ മക്കളെ വിടുവിക്കുവാൻ തക്കവണ്ണം ദൈവത്താൽ ജനിക്കപ്പെട്ട ഒരു കുഞ്ഞാണെന്നുള്ളത് അവർക്ക് നന്നായിട്ടറിയാം. അത് മനസ്സിലാക്കിക്കൊണ്ട് ഈ മാതാപിതാക്കന്മാർ അല്ലെങ്കിൽ ഈ മാതാവ് ആ കുഞ്ഞിനെ ആഹാരം കൊടുക്കുമ്പോൾ ആ മാതാവിന് ഒന്ന് ഇമ്പാർട്ട് ചെയ്ത് കാണും, കുഞ്ഞെ നീ ഒരു സാധാരണപ്പെട്ട പൈതലല്ല, ഒരു ജനം കഷ്ടപ്പെടുന്നുണ്ട്, ഒരു ജനം വളരെ ബുദ്ധിമുട്ടുന്നുണ്ട്, ആ ജനത്തെ വിടുവിക്കുവാൻ തക്കവണ്ണം ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ഒരു വ്യക്തിയാണോ നീ എന്നുള്ളത് ഒരു പക്ഷെങ്കിൽ തൻ്റെ മാതാവായിരിക്കുന്ന മാതാവ് മോശയോട് പറഞ്ഞു കൊടുത്ത് കാണുമായിരിക്കാം. അതായിരിക്കണം മോശയെ വളർത്തിക്കൊണ്ടുവന്നത്. തീർച്ചയായിട്ടും മോശയുടെ ലൈഫിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, മോശയുടെ ലൈഫിൽ പാപ പങ്കിലമാർക്കുന്ന ലോകത്തിൽ കൂടെ താൻ ആയിരുന്നുവെങ്കിലും ആ പാപത്തിന് അടിമപ്പെട്ടു എന്നല്ല ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നത്. പിന്നെയോ തിരുവചനം പറയുന്നു, മോശ താൻ വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ. അപ്പോൾ മോശയുടെ വളർച്ചയുടെ തുടക്കം മുതൽ ദൈവത്തിലുള്ള വിശ്വാസത്തെ വെളിപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നു. ദൈവത്തിലുള്ള വിശ്വാസത്തോടു കൂടിയാണ് മോശ വളർന്നു വന്നത്. തൻ്റെ ഓരോ സ്റ്റെപ്പുകൾ പടിപടിയായി മോശ വളർന്നു വന്നപ്പോൾ, ഈവൻ തൻ്റെ വിദ്യാഭ്യാസമായിരുന്നാൽ, കൊട്ടാരത്തിലെ ജീവിതമായിരുന്നാലും, തൻ്റെ ഏത് വിധം മേഖലകളായിരുന്നാലും അവിടെയെല്ലാം മോശ വളർന്നത് ദൈവത്തിലുള്ള വിശ്വാസം ആ സമയത്ത് മോശയ്ക്കുണ്ടായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചോണം, ദൈവത്തിലുള്ള വിശ്വാസം ഒരു വ്യക്തിയിലുണ്ടെങ്കിൽ, ദൈവത്തിലുള്ള ആശ്രയം ഒരു വ്യക്തിയിലുണ്ടെങ്കിൽ, ദൈവത്തെക്കുറിച്ചുള്ള മനോബോധം ഒരു വ്യക്തിക്കുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഏതെല്ലാം മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ളത് ഞാനും നിങ്ങളും ഇന്ന് ദൈവത്തിൽ വിശ്വസിക്കുന്നുകൊണ്ട് എനിക്ക് നിങ്ങൾക്ക് പറയുവാൻ സാധിക്കും. പല കാര്യം നമ്മൾ കാണേണ്ടത് കാണണ്ട എന്ന് വെക്കുന്നതും, പല കാര്യങ്ങൾ കേൾക്കേണ്ടത് കേൾക്കണ്ട എന്ന് വെക്കുന്നതും, പല കാര്യം ചെയ്യേണ്ടത് ചെയ്യണ്ട എന്ന് വെക്കുന്നതിൻ്റെയും ഒരു പ്രധാനപ്പെട്ട കാരണം ആരും നമ്മെ കെട്ടിപ്പിടിച്ച് തല്ലുമെന്നുള്ളത് കൊണ്ടല്ല, ദൈവത്തെക്കുറിച്ചുള്ള ഭയം, ദൈവത്തെക്കുറിച്ചുള്ള മനോബോധം എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട് അതിൽ നിന്ന് എന്നെ വേർതിരിക്കാൻ. കരങ്ങളുയർത്തി ദൈവത്തിന് ഹല്ലേലൂയ പറഞ്ഞാട്ടോ ഒരിക്കൽ കൂടെ ശക്തിയോടെ. ഈ പ്രത്യേകമായിരിക്കുന്ന സ്ഥാനത്ത് മോശയുടെ ജീവിതത്തിൽ മോശയെ ഫറവോന്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെട്ട ആളുടെ കുഴപ്പമെന്ന്, മോശയ്ക്ക് വേണ്ടത് ഫറവോന്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടുവാനുള്ള യോഗ്യതയല്ല മോശയ്ക്ക് വേണ്ടത്. അതിനപ്പുറത്ത് മോശയ്ക്കൊരു വലിയ യോഗ്യതയുണ്ട്. ഹൂ ഈസ് ഹീ എന്നുള്ളത് മോശ വ്യക്തമായിട്ട് ശ്രദ്ധിച്ചോണം. ഞാൻ പറഞ്ഞപ്പോൾ താൻ ആരാണെന്നുള്ളത് മോശ വ്യക്തമായിട്ട് മനസ്സിലാക്കി. ഒരു പക്ഷെങ്കിൽ ലോകപ്രകാരം അന്നത്തെ ലോകത്തിൻ്റെ കാഴ്ചപ്പാടിൽ കൂടെ ഫറവോന്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടുന്നത് വലിയ യോഗ്യത ആണെങ്കിലും മോശയുടെ കാഴ്ചപ്പാടിൽ ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് ഒരു ഡീഗ്രേഡ്, ഒരു ഡൗൺ ടു എർത്ത്, ഒരു താഴ്ന്നൊരു അനുഭവമാകുന്നുവെന്നുള്ളത് മോശ മനസ്സിലാക്കി. നിങ്ങൾ മനസ്സിലാക്കണം, ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒരു പേര് വിളിക്കപ്പെടുവാൻ മോശയ്ക്ക് യോഗ്യതയില്ല. എന്താ യോഗ്യതയില്ലാത്തെന്നറിയാമോ? അബ്രഹാമിന്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ മോശയ്ക്ക് യോഗ്യതയില്ല. ഫറവോന്റെ പുത്രിയുടെ മകനായിക്കഴിഞ്ഞാൽ അവൻ അബ്രഹാമിന്റെ മകനാകുന്നില്ല. ദൈവം മോശയ്ക്ക് ഒരു കാര്യം അറിയാം, എനിക്ക് വേണ്ടത് ഒരു ഫറവോന്റെ പുത്രിയുടെ മകൻ എന്നുള്ള പദവിയല്ല. എൻ്റെ വല്യപ്പച്ചന് ഒരു ദൈവത്തോട് ഉടമ്പടി ചെയ്തിട്ടുണ്ട്. എൻ്റെ വല്യപ്പച്ചനുമായിട്ട് ദൈവം ഒരു ഉടമ്പടി ചെയ്തിട്ടുണ്ട്. ആ ഉടമ്പടി പ്രകാരമായിട്ട് ഞങ്ങൾ ദൈവത്തിൻ്റെ മക്കളും അവൻ ഞങ്ങളുടെ പിതാവുമായിരിക്കുന്ന ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു പദവി, ആ പദവിയിൽ നിന്ന് ഒരിക്കൽ പോലും വീണു കൊടുക്കുവാൻ മോശ ആഗ്രഹിച്ചാൽ ശ്രദ്ധിച്ചോണം. ഞാൻ പറഞ്ഞ വേർഡ്, തൻ്റെ പദവി എന്തെന്നുള്ളത് മോശ മനസ്സിലാക്കി. ഈ മോശയ്ക്ക് വേണ്ടത് ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ അല്ല മോശ ആഗ്രഹിച്ചു. പിന്നെയോ ഞാൻ അബ്രഹാമിന്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ മോശ ആഗ്രഹിച്ചു. ഞാൻ ഇന്ന് പകൽക്കാലം ഞാൻ ഈ വചനം മെഡിറ്റേറ്റ് ചെയ്തപ്പോൾ ഒരു കാര്യം എൻ്റെ മുൻപിൽ കടന്നു വന്നു. ഇപ്പോൾ ഈ ജനം എവിടെ കിടക്കുന്നു? അടിമത്വത്തിന് കീഴിൽ കിടക്കുന്നു. ഇപ്പോൾ ഈ ജനം എവിടെ കിടക്കുന്നു? വെറും നാണംകെട്ട അവസ്ഥയിൽ കിടക്കുന്നു. കഴിക്കുവാൻ ആഹാരമില്ല, കുടിക്കുവാൻ വെള്ളമില്ല, സ്വന്തം കുഞ്ഞുങ്ങൾ ജനിച്ചാൽ പോലും അവരെ ജീവിപ്പിക്കുവാനായിട്ട് കഴിവില്ല. എല്ലാം പ്രതികൂലമായിരിക്കുന്ന ജനത്തിന്റെ നടുവിൽ എല്ലാം പ്രതികൂലമായിരിക്കുമ്പോഴും മോശ ആഗ്രഹിച്ചത് ഏതാണ്ട് ഒരു വലിയ കൊമ്പിൽ പിടിക്കുവാൻ അല്ല മോശ ആഗ്രഹിച്ചത്. മോശയുടെ മനസ്സിലൊന്നുണ്ട്, ഞാൻ ആര്? എൻ്റെ ജനം ഇന്ന് നിന്ദിക്കപ്പെട്ട് കിടന്നാലും, എൻ്റെ ജനം ഇന്ന് പീഡിക്കപ്പെട്ട് കിടന്നാലും ഒരു കാര്യമുണ്ട്, ഇന്നല്ലെങ്കിൽ നാളെ സ്വർഗ്ഗത്തിലെ ദൈവം എൻ്റെ ജനത്തെ വിടുവിക്കുന്ന ഒരു ദിവസമുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, മോശ ഒരു കാര്യം മനസ്സിലാക്കി, ദൈവത്തിൻ്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ അല്ലെങ്കിൽ അബ്രഹാമിൻ്റെ സന്തതി എന്ന് വിളിക്കപ്പെടുവാൻ മോശ ആഗ്രഹിച്ചു. എന്താ ഈ അബ്രഹാമിൻ്റെ സന്തതിക്കുള്ള ഗുണങ്ങൾ? ഒത്തിരി ഗുണങ്ങളുണ്ട്. വായിച്ചാട്ട് റോമക്കലേഖനം 3-ാം അധ്യായം, റോമൻസ് ചാപ്റ്റർ 3, റോമൻസ് 3 അതിൻ്റെ 1-2 വാക്യം വായിച്ചിട്ട്, എന്നാൽ യഹൂദനോ എന്തു വിശേഷത?
അല്ല, പരിച്ഛേദനയാൽ എന്ത് പ്രയോജനം? ദൈവത്തിൻ്റെ ദാസൻ പൗലോസ് വിളിച്ച് ചോദിക്കുക, യഹൂദന് എന്ത് പ്രയോജനമാ? യഹൂദന് എന്ത് വിശേഷതയാ? ബാക്കിയുള്ള ജാതികളെ വെച്ച് നോക്കുക, ലോകത്തുള്ള സകല ജനങ്ങളെ നോക്കുമ്പോൾ ഒരു കൊച്ചു പൊടി മാത്രമുള്ളതായിരിക്കുന്ന യഹൂദനെ നോക്കിക്കൊണ്ട് യഹൂദൻ എന്താ വിശേഷത, എന്ത് പ്രത്യേകത യഹൂദനുള്ളത്? പൗലോസിന് പറയുവാൻ ഒന്നുണ്ട്. എന്താ അതിൻ്റെ? ഒന്ന് വായിച്ചിട്ട് വന്നത് താഴോട്ട്. അപ്പോൾ എന്താന്ന്? ഒരു യഹൂദൻ എന്ന് പറയുന്ന ഒരു പദവിയാ. ആ കുടുംബത്തിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ പദവിയാ. ലോകത്തിൽ ഒരു വ്യക്തികൾക്കുമില്ലാത്തൊരു പദവിയാണോ യഹൂദൻ എന്നുള്ള പദവി? എന്താ ഒന്നാമത്തെ പദവിയുടെ കാരണം? ഞാൻ ആ പദവിയിലേക്ക് വരുന്നതായിരിക്കും. വായിച്ചാട്ട് പദ. ഒന്നാമത്തെ പദവി എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ നോട്ട് ചെയ്യേണ്ട. ഞാൻ 7 പദവികളെക്കുറിച്ച് പെട്ടെന്ന് ഞാൻ പറഞ്ഞു വിട്ടേക്കാം. എടുത്താട്ട് റോമലേഖനം 9-ാം അധ്യായം, റോമൻസ് ചാപ്റ്റർ 9, അതിൻ്റെ 3 മുതലുള്ള വാക്യം ഒന്ന് വായിച്ചാട്ട്. വേഴ്സ് 3 ഓൺവേർഡ്സ്. റോമൻസ് 9:3 ഓൺവേർഡ്സ്. എന്താ പൗലോസ് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. മോശ ഒരിക്കൽ ദൈവത്തോട് പറഞ്ഞ അതേ ടൈപ്പ് ഓഫ് വേർഡാണ് ഇവിടെ പൗലോസ് പറയുന്നത്. പൗലോസ് പറയുന്നത് ക്രിസ്തുവിനോട് വേർപെട്ട് ശാപഗ്രസ്തനാകുവാൻ ഞാൻ ആഗ്രഹിക്കുന്ന ആക്ക് വേണ്ടി, എൻ്റെ സ്വജനത്തിന് വേണ്ടി എന്ന് പറഞ്ഞാൽ എങ്ങോട്ടാ? ക്രിസ്തുവിനോട് വേർപെട്ടാൽ എങ്ങോട്ടാണ് പോകുന്നത്? നരകത്തിലേക്ക്. ഐ എം റെഡി ടു ഗോ ടു ദ ഹെൽ. ആർക്ക് വേണ്ടി? എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി. നിങ്ങൾ മനസ്സിലാക്കണം, ആ പൗലോസിൻ്റെ ഹൃദയത്തിലെ വലിയ ആഗ്രഹം തൻ്റെ ജനം രക്ഷപ്പെടണമെന്നുള്ള വലിയ ആഗ്രഹം, ആ ഡീപ്പ് ഒരു ആഗ്രഹങ്ങൾ. താഴോട്ട് വായിച്ചോട്ട്. അവർ ഇസ്രയേലിയർ. ഒന്ന് നോക്കിയാട്ട് നോട്ട് ചെയ്തോ പെട്ടെന്ന്. 7 പ്രിവിലേജസ് ഓഫ് എ ജൂ. ഒരു ഇസ്രയേലിൻ്റെ 7 യോഗ്യത. 7 പ്രിവിലേജസ് ഓഫ് എ ജൂ. അതിലൊന്ന് പുത്രത്വം, സൺഷിപ്പ്. പുത്രത്വം. 2 യെസ് തേജസ്, ഓണർ that belongs to them. ബഹുമാനം, തേജസ്. 3 നിയമങ്ങൾ, ലോസ്, നിയമങ്ങൾ. 4 ന്യായപ്രമാണം. നെക്സ്റ്റ് ആരാധന. ഇംഗ്ലീഷ് ബൈബിളിൽ നിങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത് ദ സർവീസ് ഓഫ് ഗാഡ്. ദൈവത്തിനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വേല, ദൈവത്തിൻ്റെ വേല ചെയ്യുവാനുള്ള പദവി കൊടുത്തിരിക്കുന്ന അവക്ക്. അതാണ് ആരാധന. അതിലൊന്ന് മാത്രമേ ഉള്ളൂ ആരാധന. ഇംഗ്ലീഷ് ബൈബിളിൽ നിങ്ങൾ പഠിക്കുമ്പോൾ അതാണ് ദ കറക്റ്റ് വേർഡ്, സർവീസ് ഓഫ് ഗാഡ്. നെക്സ്റ്റ് വാഗ്ദത്തങ്ങൾ, പ്രോമിസസ്. നെക്സ്റ്റ് അതിനു മുമ്പ് പിതാക്കന്മാരവർക്കുള്ളത്, ഫാദേഴ്സ്. അപ്പോൾ ഒരു യഹൂദൻ്റെ 7 പ്രിവിലേജസ്, 7 യോഗ്യത. ആ യോഗ്യതകളെയാണോ ഇവിടെ ദൈവത്തിൻ്റെ ദാസൻ പറഞ്ഞു വന്നത്? നിങ്ങൾക്കറിയാം, ഈ പ്രത്യയമായിരിക്കുന്ന മോശയ്ക്ക് ശേഷമാണ്, മോശയുടെ കാലത്താണ് ഇതിൽ പലതും പിന്നീട് ലഭിക്കുവാനിടയായിത്തീർന്നത്. നിയമങ്ങൾ, ന്യായപ്രമാണം, ഇതൊക്കെ പിന്നീട് ലഭിച്ചതാ. ഈ കാലത്ത് നിൽക്കുന്ന മോശയെ നീ എങ്ങനെയാണ് ഒരു തിരഞ്ഞെടുത്തത്? മോശയുടെ ഒരു വേർഡിൽ കൂടെ നമുക്കറിയാൻ പറ്റും എത്രമാത്രം ശ്രേഷ്ഠമാർക്ക് ജനമാണ് ഇസ്രയേൽ എന്നുള്ളത്. വാക്യം വായിച്ചോട്ടോ. ആവർത്തന പുസ്തകം, ഡ്യൂട്രോണമി ചാപ്റ്റർ 33 വേഴ്സ് 29. ഡ്യൂട്രോണമി 33. ആവർത്തന പുസ്തകം 33:29. പ്രൈസ് ഗാഡ്. നിങ്ങൾ ശ്രദ്ധിക്കണം, അണ്ടർലൈൻ ചെയ്യണം. ആ വേർഡ് വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കുന്ന വേർഡാണ്. വല്ലപ്പോഴും ഇത് വായിക്കൊടുന്ന് നാവിൽ കൊടുന്ന് കൊണ്ടുവരണം. വളരെ അനുഗ്രഹിക്കപ്പെട്ടത്. അവിടെ പറയപ്പെടുന്ന വേർഡ് ഇതാണ്, ഇസ്രയേലേ നീ ഭാഗ്യവാൻ. പ്രൈസ് ഗാഡ്. നിനക്ക് തുല്യൻ. ഇതാരുടെ വേർഡാണെന്നറിയാമോ? മോശ പറയുക. മോശ മനസ്സിലാക്കി, ഹൂ ആം ഐ, എൻ്റെ പദവി എന്താ, എൻ്റെ പൊസിഷൻ എന്താ, എന്തിനെയാണ് ഞാൻ വിട്ടുകളഞ്ഞത്, എന്തിനെയാണ് ഞാൻ ഏറ്റെടുത്തത്, ഞാൻ ഏറ്റെടുത്തത് കൊണ്ട് എനിക്കുള്ള ഗുണമെന്ന് മോശ ഒരു കാര്യം മനസ്സിലാക്കി, ഇസ്രയേലേ നീ ഭാഗ്യവാൻ, നിനക്ക് തുല്യൻ ആർ എന്ന് പറഞ്ഞാൽ മോശ ഒരു കാര്യം മനസ്സിലാക്കി, ഈ ജനത്തിന് തുല്യമായിട്ട് വേറൊന്നും ഇല്ല.
എന്താ ഈ ജനത്തിൻ്റെ പ്രത്യേകത? ഞാനൊന്ന് ചിന്തിക്കൂ. ഈ ജനത്തിൻ്റെ പ്രത്യേകത ഒന്ന്, ദൈവത്തോട് ബന്ധപ്പെടുവാൻ ഇവർക്ക് മാത്രമേ സാധ്യമാകത്തുള്ളൂ. നിങ്ങൾക്കറിയാം, പരിച്ഛേദനയുള്ള കമ്മം കൊടുത്തിട്ട് പരിച്ഛേദനയിൽ കൂടെ ദൈവത്തെ പിതാവായിട്ടും ദൈവം അവർക്ക് ദൈവത്തെ അവർക്ക് പിതാവായിട്ടും അവർക്ക് ദൈവത്തിന് അവർ മക്കളായിട്ടും തീരുവാൻ തക്കണം ശ്രേഷ്ഠമാർക്ക് ഒരു പദവി ലഭിച്ചത് ഇതാകുന്നു എങ്കിൽ മോശ ഒരു കാര്യം മനസ്സിലാക്കി, എൻ്റെ പ്രിവിലേജ് എന്നാണോ, ഞാൻ എവിടെയാണ് നിൽക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, മോശ വിട്ടുകളഞ്ഞത് ഫറവോന്റെ കൊട്ടാരത്തിൽ ജീവിക്കുമ്പോൾ, ഫറവോന്റെ സകലതുമായി സൗകര്യങ്ങളോട് ജീവിക്കുമ്പോൾ, ഫറവോന്റെ പുത്രയുടെ മകനെന്ന് വിളിക്കപ്പെടുമെങ്കിൽ അടുത്ത കിരീടത്തിന് അവകാശിയായി തീരുവാനായിട്ട് തനിക്ക് സാധിക്കും. എന്നാൽ മോശയ്ക്ക് വേണ്ടത്, എനിക്ക് നിന്റെ കിരീടമല്ല എനിക്ക് വേണ്ടത്, എനിക്ക് നല്ലൊരു ദൈവമുണ്ട്, എനിക്ക് നല്ലൊരു രക്ഷകനുണ്ട്, എനിക്ക് നല്ലൊരു ദൈവമുണ്ട്, എനിക്ക് ആരാധനയ്ക്കൊരു മാർഗമുണ്ട്, എനിക്ക് ദൈവമേ എന്ന് വിളിക്കുമ്പോൾ അടുത്തു വരുന്നൊരു കർത്താവുണ്ട്. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ മക്കൾ മനസ്സിലാക്കണം, എന്താ ഈ ദൈവം, അവരുടെ പ്രത്യേകത എന്താണ്? ഒന്ന് ഞാൻ പറയട്ടെ, ഇവരുടെ പ്രത്യേകത, ഒന്നാമത്തെ പ്രത്യേകത ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാ. രണ്ടാമത്തെ പ്രത്യേകത ദൈവത്തിൻ്റെ ആരാധന, ദൈവത്തിൻ്റെ സാന്നിധ്യം അവരുടെ നടുവിലുള്ള ജനമാ. പ്രിയപ്പെട്ടവരെ, മൂന്നാമത്തെ പ്രത്യേകത ലോകത്തിൽ ഒരു ജാതിയിലും സംഭവിച്ചിട്ടില്ലാത്തത് സംഭവിപ്പിക്കുന്ന ഒരു ജനമാണ് ഈ ഇസ്രായേൽ ജനം. പ്രിയപ്പെട്ടവരെ, നോക്കിക്കഴിഞ്ഞാൽ എണ്ണമില്ലാത്ത ഒത്തിരി അനുഗ്രഹങ്ങൾ അവർക്ക് പറയുവാൻ സാധിക്കും. മോശയുടെ കൺമുൻപിലേക്ക് നോക്കുമ്പോൾ, മോശ ഒന്ന് പിന്നിലേക്ക് നോക്കുമ്പോൾ തനിക്ക് ലഭിച്ചിരിക്കുന്ന പ്രിവിലേജസ് വെച്ചുകൊണ്ട്, പ്രത്യേകിച്ച് മറ്റേ മിസ്രൈമിലെ ഫറവോന്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടുന്നതോടെ ഒന്ന് തുലനം ചെയ്ത് നോക്കുമ്പോൾ മോശയ്ക്ക് ഒന്ന് പറയാം, എനിക്ക് വേണ്ടത് ഫറവോന്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടുന്നതല്ല, പിന്നെയോ ഈ ദൈവത്തെ എൻ്റെ പിതാവേ എന്ന് വിളിക്കുന്ന യോഗ്യത. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും അന്ന് ഇസ്രായേൽ ആയിരുന്ന ഒരു പദവിയിൽ ഇന്ന് എന്നെയും നിങ്ങളെയും ദൈവം നിർത്തിയിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും മറ്റുള്ളവരുടെ മുൻപിൽ ഈ ദൈവത്തിന്റെ മകനോ മകളോ എന്ന് വിളിക്കപ്പെടുവാൻ പലപ്പോഴും നമ്മൾ ലജ്ജിക്കുന്നുണ്ട്, പലപ്പോഴും നമ്മൾ നാണിക്കുന്നുണ്ട്. എന്നാൽ ഞാൻ ഓർപ്പിക്കട്ടെ, ഈ ലോകത്തുള്ള സകല ജനത്തെക്കാൾ വിശിഷ്ടമാർഗ ജനം ആരെന്ന് ദൈവത്തിന്റെ തിരുവചനം പഠിക്കുമ്പോൾ എനിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കുവാനും നമ്മെ പോലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജനവും ഇന്ന് ലോകത്തിലില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്താ എൻ്റെ പൊസിഷൻ? അതുകൊണ്ടാണ് ദൈവത്തിന്റെ ദാസൻ യോഹന്നാൻ 1 യോഹന്നാൻ 3:1 ഇപ്രകാരം വിളിച്ചു പറയുണ്ടായി, കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ ഇത്ര വലിയ ഭാഗ്യം ദൈവം നൽകി തന്നിരിക്കുന്നു. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, ഞാൻ നിങ്ങളും ഭാഗ്യമുള്ളവരാ. ഞാൻ നിങ്ങളുടെ പൊസിഷൻ അനുഗ്രഹിക്കപ്പെട്ട പൊസിഷനാ. മറ്റുള്ളവരുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള കാര്യങ്ങളല്ല, മറ്റുള്ളവരുടെ ജീവിതം സംഭവിക്കുന്നതല്ല. ദൈവ പൈതലെ, എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ദൈവത്തിന്റെ ദാസനിപ്രകാരം പറയുന്നു, മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല, ദൈവം വിശ്വസ്തൻ, നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയുമീതെ പരീക്ഷ നേരിടുവാൻ അവൻ അനുവദിക്കത്തില്ല. എന്താ എൻ്റെ പ്രത്യേകത? എന്നെ കൊണ്ട് അസാധ്യമായത് എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരുവാൻ എൻ്റെ ദൈവം സമ്മതിക്കത്തില്ല. ലോകത്തിൽ ഒരു ജനത്തിന് പദവിയില്ല. അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കൂമ്പാരമായി കൂടുമ്പോൾ, ഭാരങ്ങൾ കൂമ്പാരമായി കൂടുമ്പോൾ, രക്ഷപ്പെടുവാൻ മാർഗമില്ലാതിരിക്കുമ്പോൾ എൻ്റെ സ്വർഗ്ഗത്തിലെ ദൈവത്തിന് എന്നെ കുറിച്ചുള്ള പദവിയുണ്ട്. ദൈവം തന്റെ ദൂതനോട് കൽപ്പിക്കും, മതി, ഇവിടെ വരെ മതി, ഇതിനപ്പുറത്തേക്ക് നീ പോകരുത്. ഇന്ന് നിൽക്കുവാനുള്ള കാരണം എന്നാണെന്നറിയാമോ? ഇന്ന് ദൈവത്തെ സ്തുതിക്കുവാനുള്ള കാരണം എന്നാണെന്നറിയാമോ? അടിച്ച് താഴെയിടുവാനുള്ള എത്രയോ കൽപ്പനകളോ എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് ലഭിച്ചതാണോ? എന്നാൽ നിൽക്കുവാൻ കാരണമായി തീർന്നത് ദൈവം തന്റെ ദൈവത്തിന്റെ ജനമായി ഞാൻ നിങ്ങൾ തീരുവാൻ ഇടിയായിത്തീർന്നതാണോ ഇന്ന് രാത്രിയിലും ദൈവത്തെ സ്തുതിക്കുവാൻ കാരണമായിരിക്കുന്നത്? ഇന്ന് രാത്രി ദൈവമക്കളെ മനസ്സിലാക്കണം, കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ ഭാഗ്യം നൽകിയിരിക്കുന്നു. ഈ ലോകത്തിന്റെ ഒരു പിതാവിന്റെ മകനെന്ന് വിളിക്കപ്പെടുവാനല്ല, ലോകത്തിലെ ചില പൊസിഷൻസ് എനിക്കും നിങ്ങളുടെ മുൻപിലല്ല ഒരു വിഷയമായിരിക്കുന്നത്. എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വിലമതിക്കുവാൻ സാധിക്കുമെങ്കിൽ ഒന്ന് മാത്രമാണ് ഉണ്ടാകേണ്ടത്, ദൈവത്തിന്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ, ദൈവത്തിന്റെ മകളെന്ന് വിളിക്കപ്പെടുവാൻ എനിക്കും നിങ്ങൾക്ക് പദവി ലഭിച്ചിരിക്കുന്നത് ഓർത്ത് ദൈവത്തിന് നന്ദി കരയേറ്റത് വളരെ ആവശ്യം. കരങ്ങളുയർത്തി ദൈവത്തിന് ഹല്ലേലൂയ പറഞ്ഞാട്ട്. എന്താ ഇവിടുത്തെ പ്രത്യേകത? ഫറവോന്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടുന്നതിനേക്കാൾ തൻ്റെ ജീവിതത്തിൽ തനിക്ക് വേണ്ടത് ഈ ദൈവത്തിൻ്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ, അബ്രഹാമിൻ്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ താൻ നോക്കുമ്പോൾ കാണുന്നത് ബാക്കിയുള്ളതെല്ലാം താൽക്കാലികമായിരിക്കുന്ന കാര്യം. ഫറവോനെ, നിന്റെ കൊട്ടാരത്തിൻ്റെ പ്രൗഢി ചില ദിവസങ്ങൾക്കകം കഴിയും, എന്നാൽ എൻ്റെ പ്രൗഢി കഴിയത്തില്ല. ഇത് വാഗ്ദത്തം ലഭിച്ചതാ, ഇത് നിലനിൽക്കുന്നതാ.
ഇന്ന് ഞാൻ കുഴഞ്ഞ ചേറ്റിലാണ് കിടക്കുന്നത്, ഇന്ന് ഞാൻ തികഞ്ഞ ചാര കൂമ്പാരത്തിലാണ് കിടക്കുന്നത്. എന്നാൽ ഞാൻ അവിടെ കിടക്കേണ്ടവനല്ല. ഈ ചാര കൂമ്പാരത്തിൽ നിന്ന് എന്നെ പൊക്കിക്കൊണ്ടുവരുവാൻ എന്നെ വിളിച്ചവൻ ശക്തൻ. നിങ്ങൾ മനസ്സിലാക്കണം, മോശെ ഒന്ന് മനസ്സിലാക്കി. ഈ ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നതല്ല പദവി, അബ്രഹാമിൻ്റെ സന്തതി എന്ന് വിളിക്കപ്പെടുന്നതാണ് ഭാഗ്യം. അബ്രഹാമിൻ്റെ സന്തതി താൻ വിട്ടുകളഞ്ഞിരുന്നുവെങ്കിൽ, ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ താൻ അനുവദിച്ചിരുന്നുവെങ്കിൽ, തനിക്ക് ആകുമായിരുന്നത് അബ്രഹാമിൻ്റെ മകൻ എന്ന് വിളിക്കപ്പെടുന്ന പദവി. 2, എന്താ സംഭവിച്ചത്? നിങ്ങൾക്കറിയാം, ഈജിപ്റ്റ്, മിസ്രൈം. ആ കാലത്ത് മിസ്രൈം എന്ന് പറയുന്നത് വിഗ്രഹാരാധികളായിരുന്നു. ഈജിപ്ഷ്യൻസ് were idol worshippers. Egyptians were idol worshippers. മോശ ഫറവോന്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെട്ടിരുന്നുവെങ്കിൽ, ഫറവോന്റെ പുത്രി ഐഡൽ വർഷിപ്പർ ആയിരുന്നത് പോലെ മോശ ആരായിനി? മോശയ്ക്ക് ഒരു കാര്യം അറിയാം, ഞാൻ ആരാധിക്കുന്നത് ഒരു വിഗ്രഹത്തെയല്ല, ഞാൻ സേവിക്കുന്നത് ഒരു വിഗ്രഹത്തെയല്ല. അവയ്ക്ക് കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, ചെവിയുണ്ടെങ്കിലും കേൾക്കുന്നില്ല, മൂക്കുണ്ടെങ്കിലും മണക്കുന്നില്ല. എൻ്റെ ദൈവം അവയെ പോലെയല്ല. അപ്പോൾ ഈ മോശ ഒരു കാര്യം മനസ്സിലാക്കി, എൻ്റെ ദൈവം മാത്രമേ ഉള്ളൂ ജീവനുള്ള ദൈവം, യഥാർത്ഥമായിട്ട് ജീവിക്കുന്നൊരു ദൈവം. ഈ ദൈവം മാത്രമേ ഉള്ളൂ, മറ്റാരുമില്ല. മോശ ഫറവോന്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെട്ടിരുന്നുവെങ്കിൽ, നാളെ ആ മിസ്രൈം ദേശത്തിലെ രാജ്യത്തിലെ വിഗ്രഹാരാധികൾ ഒന്നായി മാറ്റപ്പെട്ടേനെ, താൻ അതിനോടുകൂടെ യോജിച്ചു പോയേനെ. എന്നാൽ ഇവിടെ താൻ ചെയ്തത് അതുമായിട്ട് താൻ ബന്ധപ്പെടുവാനായിട്ട് പോയില്ല, ബന്ധപ്പെടുവാൻ താൻ ആഗ്രഹിച്ചില്ല. കാരണം എന്ത്? തൻ്റെ റിലിജ്യൻ്റെ, തൻ്റെതായിരിക്കും താൻ ആയിരിക്കുന്ന തൻ്റെ അവസ്ഥ എന്തെന്നുള്ളതോ മനസ്സിലാക്കി, താൻ സേവിക്കുന്ന തൻ്റെ ദൈവത്തിൻ്റെ പ്രത്യേകത എന്തെന്ന് മനസ്സിലാക്കി. ഞാനിവിടെ ഓർപ്പിക്കട്ടെ, പ്രതിഫലം നോക്കിയത് കൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെട്ടത് വേണ്ടത് വെച്ച് പ്രതിഫലം നോക്കി. ഒരു റൈറ്റ് ചോയ്സ്. ഞാൻ ഈ പ്രത്യേകമായിരിക്കുന്ന വേർഡ് ഞാൻ ചിന്തിച്ചിട്ട്, ആക്ച്വലി നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ പറയുണ്ടായി, മോശ എന്ന് പറയുന്നത് വളരെ ബുദ്ധിയുള്ളൊരു മനുഷ്യൻ, വിവേകമുള്ള മനുഷ്യൻ, തീരുമാനങ്ങൾ എടുക്കുവാൻ കഴിവുള്ളവൻ. എന്നാൽ തൻ്റെ തീരുമാനം ശരിയായിട്ട് തന്നെ അനലൈസ് ചെയ്തിട്ട് ഏതാണ് ഏറ്റെടുക്കണമെന്ന് നോക്കിയപ്പോൾ താൻ കണ്ടുപിടിച്ച ഒരു കാര്യമുണ്ട്. ഫറവോന്റെ പുത്രിയുടെ മകൻ എന്നുള്ള പേരല്ല എനിക്ക് വേണ്ടത്, എനിക്ക് വേറൊന്ന്. ഇന്ന് രാത്രി ഒന്ന് ഞാൻ ചോദിക്കട്ടെ, ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നുവോ, അതോ അബ്രഹാമിൻ്റെ സന്തതി എന്ന് വിളിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നുവോ? ഫറവോന്റെ ആ കൊട്ടാരത്തിൽ നിൽക്കാനുള്ള സകല യോഗ്യതയുമുണ്ടെങ്കിൽ, അടുത്തൊരു ഭരണാധികാരിയായി മാറ്റപ്പെടുവാനുള്ള അവസരം ലഭിച്ചാൽ ഏത് തിരഞ്ഞെടുക്കും? ശ്രദ്ധിക്കണം ഞാൻ പറഞ്ഞ വേർഡ്. അടുത്തൊരു സമയം ഇതിന് ഒരു സ്ഥാനമുണ്ടെങ്കിൽ, ഇതായിരിക്കും എൻ്റെ പൊസിഷനെങ്കിൽ ഏത് തിരഞ്ഞെടുക്കും? മോശ തിരഞ്ഞെടുത്തത് എനിക്കിതല്ല വേണ്ടത്, എനിക്ക് ദൈവമായിരിക്കുന്ന ബന്ധം. നിങ്ങൾക്കറിയാം, യാക്കോബ് യേശാവ് തിരഞ്ഞെടുത്തത് മറ്റൊന്നുമായിരുന്നില്ല, ദൈവത്തോടുള്ള ബന്ധത്തെക്കാൾ ചുവന്ന പായസമാ എനിക്ക് നല്ലത്. യാക്കോബ് ഒരു തിരഞ്ഞെടുത്തു. ഈ ചുവന്ന പായസം അല്പം പോയാലും വേണ്ടില്ല, എനിക്ക് ദൈവത്തോടുള്ള ബന്ധം മതി. മനസ്സിലാവുന്ന പറഞ്ഞു വന്നേ? ഒരു റൈറ്റ് തിരഞ്ഞെടുപ്പായിരുന്നു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു, അതിൻ്റെ അനുഗ്രഹം പിൽക്കാലത്ത് അവരനുഭവിക്കും. ശ്രദ്ധിക്കണേ, ഈ തെരഞ്ഞെടുപ്പ് എന്നാ തെരഞ്ഞെടുത്തേ? നാളുകൾക്ക് മുമ്പ്. ഇതെല്ലാം സംഭവിക്കുന്നതിന് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് താൻ എന്താകും
എന്ത് തന്നെ കൊണ്ട് നടക്കും എന്നൊന്നും അറിയാതിരിക്കുന്ന സമയത്ത് അന്ന് എടുത്തൊരു സമർപ്പണമാണ് ഇന്ന് ഈ അനുഗ്രഹിക്കപ്പെടുവാൻ കാരണം. മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞു വന്നേ? എന്ത് ഞാൻ പറഞ്ഞു വന്നത്, ഇന്നത്തെ തീരുമാനമായിരിക്കും നാളത്തെ ഉയർച്ചയുടെ കാരണം. ഇന്ന് ഒരു റൈറ്റ് ചോയ്സ് എടുക്കുന്നില്ല എങ്കിൽ നാളെ ആകളുടെ സ്ഥാനത്ത് ആകുവാൻ സാധ്യമല്ല. നമുക്കെല്ലാവർക്കും ആയിരിക്കുന്നത് അവിടെ ഞാൻ ചെന്നിട്ട് ഞാൻ ചോയ്സ് എടുത്തോളാവുന്ന. അതാണ് നമുക്കൊന്നും സംഭവിക്കാത്തത്. ഇന്ന് തിരഞ്ഞെടുക്കുമെങ്കിൽ നാളെ ആ സ്ഥാനത്തേക്ക് ഉയരുവാൻ സാധ്യത. നമുക്കെല്ലാവർക്കും നമ്മുടെ കണ്ണുകളെ അടച്ചാട്ട് കർത്താവിൻ്റെ വിശുദ്ധ മുഖത്തേക്ക് നമ്മുടെ കണ്ണുകൾ തിരിച്ചാട്ട് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ട് ഇന്ന് രാത്രി ദൈവത്തോട് പറഞ്ഞാട്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ. മോശയുടെ ജീവിതത്തിൽ ഒരു പ്രത്യേകത, he was pleased to identify himself with the slaves. തൻ്റെ ജീവിതത്തിൽ ഒരു വലിയ പ്രാധാന്യം അതായിരുന്നു, തന്നെ അടിമകളോടുകൂടെ ചേർന്ന് ബന്ധിക്കപ്പെടുവാൻ തക്കണം. അവരോടുകൂടെ ചേർന്ന് പറയുന്നതിനകത്ത് മോശയ്ക്ക് യാതൊരു നാണക്കേടുമില്ലായിരുന്നു. അവർ വെറും അടിമത്വത്തിന് കീഴിൽ കിടക്കുന്നവരാ. അവരെല്ലാവരും ഒരു പക്ഷെങ്കിൽ ജീവിക്കുമോ എന്ന് പോലും പറയുവാൻ സാധ്യമല്ല. എന്നാൽ മോശയ്ക്ക് ഒന്നറിയാം, ഇല്ല, എൻ്റെ ജീവിതത്തിൽ ഞാൻ അവരോടുകൂടെ ചേർന്നിരിക്കുന്നത് നല്ലത്. വളരെ ഹീനമായിരിക്കുന്ന ഒരു അവസ്ഥയിൽ അവർ ജീവിക്കുമ്പോഴും മോശയ്ക്ക് ഒരു മടിയുമില്ല അവരോട് ചേർന്ന് നിന്ന് പറയുവാൻ. കാരണം അവരുടെ താൽക്കാലികമായിരിക്കുന്ന അവസ്ഥയല്ല മോശ കണ്ടത്, അവരുടെ ഭാവിയെ കാണുവാനിടയായി തീർന്നു. ഇന്ന് രാത്രി ആ ഒരു ചോയ്സ് നമ്മുടെ മുൻപിൽ നിൽക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, മിസ്രൈമിലോ ഫറവോന്റെ പുത്രിയുടെ മകനോ മകളോ എന്ന് വിളിക്കപ്പെടുന്നത് എനിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നതാണോ ഇന്ന് തിരഞ്ഞെടുക്കുന്നത്? അതോ ദൈവത്തിൻ്റെ മകനെന്ന് വിളിക്കപ്പെടുന്നതോ അബ്രഹാമിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടുന്നതോ? ഏതാണ് ഭാഗ്യമുള്ളത്? ഇന്ന് കണ്ടുകൊണ്ട് കാണുമ്പോൾ ഒരു പക്ഷേ മിസ്രൈമിലെ ഫറവോന്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടുന്നതായിരിക്കാം പ്രിവിലേജ് എന്ന് ചിന്തിക്കുമായിരിക്കാം. എന്നാൽ ഒന്ന് മനസ്സിലാക്കണം, ഈ ലോകത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം അല്ല, അതിനു മുൻപ് ആ യോഗ്യത നമ്മൾ വിട്ട് മാറ്റപ്പെടുവാൻ സാധിക്കും. എന്നാൽ ഒരു യോഗ്യതയുണ്ട്, ദൈവത്തോടുകൂടെ ചേർന്ന് ഈ ദൈവത്തെയാണോ എൻ്റെ ജീവിതത്തിൽ വലിയവൻ, ഈ ദൈവത്തോടുള്ള ബന്ധത്തെക്കാൾ ഉപരിയായിട്ട് മറ്റൊരു ബന്ധങ്ങളുമില്ല, ബാക്കിയെല്ലാം വളരെ താഴ്ന്ന ബന്ധമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ദൈവത്തോട് ഉന്നതമായിരിക്കുന്ന ബന്ധം മുറുകെ പിടിച്ചുകൊണ്ട് കടന്നു പോകുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹത്തിന് ഞാൻ നിങ്ങളും യോഗ്യരാകും എന്നുള്ളത് ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് സംസാരിക്കട്ടെ. ഇന്ന് കേട്ട വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവത്തോട് പറഞ്ഞാട്ട്, എൻ്റെ പിതാവേ, മിസ്രൈമില് ഫറവോന്റെ പുത്രിയുടെ മകനായിട്ട് കേൾക്കണ്ട, എനിക്ക് വേണ്ടത് നിന്റെ മകൻ വിളിക്കപ്പെടുവാൻ. ഇത്ര വലിയ ഭാഗ്യം തന്നിരിക്കുമ്പോൾ, ഇത്ര വലിയ സ്നേഹം തന്നിരിക്കുമ്പോൾ, ആ പദവിയിൽ ഞാൻ നിൽക്കുമ്പോൾ, കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് ഇത്ര വലിയ ഭാഗ്യം, ഇത്ര വലിയ സ്നേഹം നമുക്ക് തന്നിരിക്കുമ്പോൾ, എൻ്റെ കർത്താവേ, അതാണ് എൻ്റെ ജീവിതത്തിലെ പ്രിവിലേജ് എന്നുള്ളത് ദൈവത്തോട് പറഞ്ഞാട്ട്, എല്ലാ തരങ്ങൾ തുറന്നോട് ദൈവത്തോട് പറഞ്ഞാട്ട്, അല്ല കർത്താവേ, എനിക്ക് വേണ്ടത് മിസ്രൈമിലെ ഫറവോന്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടുന്നതല്ല, ദൈവത്തിന്റെ മകനെന്ന് വിളിക്കപ്പെടുന്നത്. ഇത് ഞാൻ അഭികാമ്യമായി കാണുകയാണ്, ഇതെന്റെ ജീവിതത്തിൽ വിലപ്പെട്ടതായി കാണുക. ഇന്ന് രാത്രി ദൈവത്തോട് പറഞ്ഞാട്ട, അത് ഞാൻ വിലപ്പെട്ടതായി കാണുക. എൻ്റെ കർത്താവ് ഞാൻ നിങ്ങളോട് പറയുണ്ടായി, ഇസ്രായേലേ ഭാഗ്യവാൻ, നിനക്ക് തുല്യൻ ആരുമില്ല. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, ഒരു ദൈവ പൈതലായി നിൽക്കുന്നുവെങ്കിൽ, ഒരു ദൈവത്തിന്റെ മകനായി മകളായി നിൽക്കുന്നുവെങ്കിൽ നമുക്ക് തുല്യമായി മറ്റാരുമില്ലെന്നുള്ളത് ഞാൻ ഓർപ്പിക്കട്ടെ. ദൈവം പ്രത്യേകാൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനം, ദൈവത്തിന്റെ കരങ്ങൾ വഹിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ ജനം, ആ വലിയ പദവിയിൽ ഇന്ന് രാത്രി ദൈവത്തോട് പറയുക, എൻ്റെ ദൈവമേ, ആ വലിയ പ്രിവിലേജ് തള്ളിയ നിൽക്കട്ടെ. ഹല്ലേലൂയ. ഇതൊരു എടുത്തിയാട്ടത് തീരുമാനമല്ല. ഇതുവരെ യേശുക്രിസ്തുവെ സ്വീകരിക്കാത്ത ഏതെങ്കിലും വ്യക്തി ജീവിതത്തിലുണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തോട് പറഞ്ഞാട്ട, എൻ്റെ പിതാവ്, ഇത്ര വലിയ ഭാഗ്യം ഞാൻ തള്ളിക്കളയത്തില്ല. ഇത് എൻ്റെ ജീവിതത്തെ നിന്റെ കരങ്ങളിൽ കേൾപ്പിക്കുക. നിന്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ, നിന്റെ മകളെന്ന് വിളിക്കപ്പെടുവാൻ ഇതാ എൻ്റെ ജീവിതത്തെ ഏൽപ്പിച്ചു തരുന്നുവെന്ന് ദൈവത്തോട് പറഞ്ഞാട്ട്. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ തീരുമാനമെടുത്ത ദൈവത്തിന്റെ മക്കൾ വീണ്ടും ഒരിക്കൽ കൂടെ പറഞ്ഞാട്ട്, കഴിഞ്ഞ നാളുകൾ ഭാഗ്യം അനുഭവിപ്പാൻ എൻ്റെ ദൈവമേ ഞങ്ങൾക്ക് നീ സഹായിച്ചു. അതോർത്ത് ഞങ്ങൾ ഇതിനെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിലും കേട്ട വചനത്തിന് മുൻപാകെ ഒരു പുതിയ ഒരു സമർപ്പണത്തെ ഞാനൊന്ന് പുതുക്കുക. എൻ്റെ പിതാവേ, നിന്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ, നിന്റെ മകളെന്ന് വിളിക്കപ്പെടുവാൻ മറ്റെല്ലാത്തേക്കാൾ അഭികാമ്യമായി ഞാനത് വാഞ്ചിക്കുന്നു കർത്താവേ. എനിക്കതാണ് താല്പര്യം കർത്താവേ. ഹല്ലേലൂയ. പദവിയിൽ ജീവിപ്പാൻ എൻ്റെ ദൈവമേ സഹായിക്കണമെന്ന് ദൈവത്തോട് എല്ലാ കണ്ണുകളും അടയട്ടെ.